PFIയുടെ കണ്ടുകെട്ടിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്ത് നൽകി. സംസ്ഥാനം കണ്ടുകെട്ടിയ അക്കൗണ്ട് വിവരങ്ങൾ അറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 28-നാണ് പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യത്തൊട്ടാകെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം. സെപ്റ്റംബർ 27-ന് ഇതിനു മുന്നോടിയായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായി റെയ്ഡുകളും നടന്നു. എന്നാൽ കേരളത്തിൽ റെയ്ഡ് വിവരം പോലീസ് തന്നെ ചോർത്തിയെന്ന വിമർശനം ശക്തമായി. ദേശീയ അന്വേഷണ ഏജൻസി എത്തുന്നതിന് മുൻപ് വിവരം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് പോലീസ് ചോർത്തി നൽകുകയായിരുന്നു. മാത്രമല്ല, തുടർന്നും PFIക്കെതിരായ നടപടികളിൽ സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തി. PFIയുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യത്തിൽ സംസ്ഥാനം വരുത്തിയത് ഗുരുതര വീഴ്ചയാണ്. പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ടാണ് ഗ്രീൻ വാലിയിലെ ആയുധ പരിശീലന കേന്ദ്രം കണ്ടുകെട്ടിയത്. ഇടുക്കിയിലെ റിസോർട്ടിന് സമാനമായ പരിശീലന കേന്ദ്രവും കണ്ടുകെട്ടി. അപ്രഖ്യാപിത ഹർത്താലിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് അക്രമം അഴിച്ചുവിട്ടതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടം ഈടാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിൽ വീഴ്ച വരുത്തിയതോടെ ആഭ്യന്തര സെക്രട്ടറിയെ ഹൈക്കോടതി വിളിച്ചു വരുത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളത്തിൽ പാലിക്കപ്പെട്ടില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ഇപ്പോഴും പല സംഘടനകളുടെയും മറവിൽ PFI കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്ത് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വീഴ്ച ബോധ്യപ്പെട്ടാൽ ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.